ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അച്ചൂസ് ഐഡിയാസ്. നമ്മളിന്ന് വന്നിട്ടുള്ളത് ഈ വെട്ടുകല്ല് പടവ് ഈസിയാണോ, എങ്ങനെയാണത് എന്നൊരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് ഇനി കൂടുതൽ ഒന്നും പറഞ്ഞ് സമയം കളയുന്നില്ല, നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഐഡിയാസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത്, പണിക്കാരെ വിളിച്ചിട്ട് പഠിച്ചിട്ട് മടുത്തു. അവർ ചെയ്യുന്നതൊന്നും വൃത്തിയായിട്ട് നമുക്ക് വൃത്തിയായിട്ട് ഫീൽ ചെയ്യുന്നില്ല. കാരണം തൂക്കൊക്കെ കുറേ ലെവലാക്കി പഠിത്തുമെങ്കിലും ഇടയൊന്നും കറക്റ്റായിട്ട് അവർ ഫില്ല് ചെയ്യില്ല. അപ്പം പിന്നെ പടവ് കുറച്ച് ഇതിനെക്കുറിച്ചൊക്കെ ഒരുവിധം ഐഡിയ ഉള്ള ആളായതുകൊണ്ട് നമ്മൾ തന്നെയാണ് സ്വന്തം ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ ഈ ഡിൻഡലിൻ്റെ മുകളിലുള്ള പടവ് ഞാൻ സ്വന്തമായിട്ട് ചെയ്തതാണ്. ഞാൻ എവിടെയും പോയിട്ട് ഇതൊന്നും പഠിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ആർക്കും ശ്രമിച്ചാൽ ചെയ്യാൻ പറ്റുന്നതാണ്. കുറച്ച് ശരീരത്തിൽ കണ്ടോ, ഷർട്ടിൽ കുറച്ച് മണ്ണൊക്കെ ആവും, അത്രേ ഉള്ളൂ. ഒന്ന് അധ്വാനിക്കണം എന്നേ ഉള്ളൂ, അവനവനെ തൃപ്തിയാവും. എനിക്കിതിൻ്റെ അടിയിലെ പടവ് ഒരു തൃപ്തിയായിട്ടില്ല. എടുപ്പത് കൂലി കൊടുക്കുക എന്നല്ലാതെ ഒരു കാര്യമില്ല. അപ്പം എല്ലാവരും ശ്രദ്ധിക്കുക, ഒന്നും നോക്കാനില്ല. നമ്മൾ മൂല കറക്റ്റാക്കിയാണ് വെക്കുക. 2 മൂല തൂക്ക്, ഇതാണ് തൂക്ക് കെട്ട എന്ന് പറയുന്നത്. പ്ലം ബോം എന്ന് പറയും. തൂക്ക് കെട്ട, പ്ലം ബോം എന്ന് പറയുന്ന സാധനം. ഈ സാധനം 2 മൂലാണ് കറക്റ്റാക്കിയിട്ട് അതേമാതിരി നൂലാണ് കെട്ടുക. എന്നിട്ട് നൂലിൻ്റെ ഒപ്പം മുകളിലാണ് വെച്ചിട്ട് ഇതിൻ്റെ ഈ കെട്ടത് അങ്ങനെയാണ് വെച്ച് കൊടുക്കുക. അപ്പോൾ ഈ കല്ലുമ്മൽ ഇങ്ങനെ ഇതിങ്ങോട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഈ ആട്ടം ഒന്ന് നിർത്തുക. ആട്ടം നിർത്തി കഴിഞ്ഞാൽ ഇതുണ്ടോ, അതിൻ്റെ ആ കെട്ട അടിയിലുള്ള തൂക്ക് എന്ന് പറയണത്, ആ സാധനം ആ ചുമരുമ്മൽ ഇങ്ങനെ മുട്ടണം. കണ്ടോ കണ്ടോ, ഇങ്ങനെ മുട്ടി ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ അത് കറക്റ്റ് തൂക്കായി എന്നുള്ളതാണ് കണക്ക്. കണ്ടോ, മനസ്സിലായില്ലേ? ഇത്രയേ ഉള്ളൂ കാര്യം. ഇതിപ്പോൾ ചെറിയതായിട്ടൊന്ന് പുറത്തേക്കുണ്ട്. അപ്പോൾ എന്താ നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ അവിടെ ഇവിടെ കണ്ടോ, ഈ ഭാഗം ഒന്നും ഇങ്ങടെ ഇങ്ങനെ അമർത്തി കൊടുക്കുക. കണ്ടോ, ഇങ്ങനെ അമർത്തി. അപ്പോൾ നോക്കി നോക്ക്, ഇപ്പോൾ അടി നോക്കി നോക്ക്, അടി നോക്ക്. അപ്പോൾ കറക്റ്റായില്ലേ, മുട്ടിയില്ലേ? അതാണ് ഇപ്പം ആ ഒരു ലെവലാണ് ഈ കല്ലിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലായ ഏതൊരു ബുദ്ധിയുള്ള, ഏതൊരു സാമാന്യ ബുദ്ധിയുള്ള ആർക്കും നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. ഇത് ഇത്രയേ ഉള്ളൂ കാര്യം കേട്ടോ. ഇനി ഇത് കഴിഞ്ഞ കള്ളത്തര പണി ചെയ്ത പണിക്കാരുടെ എന്താ പണി എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇവിടെ നിന്നിട്ട് കറക്റ്റായിട്ട് എടുത്തോ കുഞ്ഞോ, കാണിച്ചു തരാം. കള്ളത്തരം ചെയ്തവരെന്താ ചെയ്തെന്ന് കാണിച്ചു തരാം. ഈ സാധനം കല്ലില്ലേ, ഈ കല്ലിപ്പതാ ഈ കണ്ടോ, ഈ ഗ്യാപ്പൊന്നും ഇട്ടിട്ടില്ല. ഇവർ ഈ കല്ലിനെ മുട്ടിച്ചാണ് വയ്ക്കും. എന്നിട്ട് പിന്നെ എന്താ ചെയ്യാച്ചാ, ഈ മോൾ ഭാഗം അങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് അങ്ങനെയാണ് ആക്കും. ഇതിപ്പോൾ ഗ്യാപ്പ് വെക്കും കൊണ്ട് ഇതിലേക്ക് ഇറങ്ങും, ഇതിലേക്ക് ഇങ്ങനെ ഇറങ്ങും. ഗ്യാപ്പ് ഇല്ലെങ്കിൽ എന്താ ചെയ്യുക, ഇതങ്ങനെ മുകളിൽ വെക്കും, ഇങ്ങനെയാണ് ആക്കും. എന്നിട്ട് ചെക്കന്മാരെ വെച്ചിട്ട് ഇത് അങ്ങനെ ഈ പുറം തങ്ങനെ അടക്കി വയ്ക്കും. കണ്ടോ, പുറം തങ്ങനെ കണ്ടോ, ഇങ്ങനെ അടച്ചാണ് വയ്ക്കും. കണ്ടോ, ഇങ്ങനെ അടച്ചാണ് വയ്ക്കും. ഇപ്പം എന്തായി, ഉള്ളു പൊള്ളയായി, പുറം അടയും ചെയ്തു. ഈ ജാതി കള്ളപ്പണിയാണ്. ഇനി കാണിച്ചു തരാം, ഇതിൻ്റെ ഉള്ളു കാണിച്ചു തരാം. കണ്ടോ, ഉള്ളിലൊന്നുമില്ല. മനസ്സിലായില്ലേ? ഇതാണ് താഴത്തൊക്കെ പടുത്ത നമ്മുടെ വേണ്ടപ്പെട്ട ആൾക്കാരാ. പറഞ്ഞിട്ട് എന്താ കാര്യം, കള്ളപ്പണിയായി. അപ്പോൾ പടവ് എല്ലാവരും ശ്രദ്ധിക്കുക. എല്ലാവരും ഉദ്യോഗസ്ഥന്മാരായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഇതേമാതിരി അബദ്ധം പറ്റിപ്പോവും. ഓക്കെ, ഇതാണ് മറ്റുള്ളവർ പഠിത്തത്. കണ്ടോ, വേറെ കയ്യും കൊണ്ടാണ് ആക്കിയതാണ്ടോ അങ്ങനെ. ഇതാണ് ഇപ്പം മറ്റുള്ളവർ പഠിത്ത പടവ്. കണ്ടോ, കയ്യും കൊണ്ട് തോണ്ടിയാൽ പോരും. കണ്ടോ, ഒരു ഗ്യാപ്പിലൊന്നുമില്ലാതെ മുട്ടിച്ചിന് വെച്ചിട്ടാണ്. കണ്ടില്ലേ,
ഇതൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ മുട്ടിച്ചിന് വെച്ചിട്ടുണ്ട. പിന്നെ ഈ ഗ്യാപ്പിലൊക്കെ എന്താ പിന്നെ സിമെന്റ് കയറുക? വെറും കള്ളത്തരന്നേ ഉള്ളൂ ഇതിനൊക്കെ പറയാ. കണ്ടോ, മുട്ടിച്ചാണ് വെച്ചു കൊടുത്തിട്ടുണ്ട്, എന്നിട്ട് പുറണ അടച്ചിട്ടുണ്ടാണ്. ഇത്രയും ഇനി നമുക്ക് അബദ്ധം പറ്റി, ഒരാളെയും കൊണ്ട് ഒറ്റ ദിവസം ഫസ്റ്റ് പഠിപ്പിച്ചിട്ട് പറ്റില്ലെങ്കിൽ പിറ്റേ ദിവസം വരണ്ട കേട്ടോ പറയുക. അതാണ് ഏറ്റവും നല്ലത്. അപ്പൊ എല്ലാവരും സൂക്ഷിച്ച് പഠിക്കുക. നമ്മൾ പഠിത്തമാതിരി ക്ലിയർ ആക്കി പഠിക്കണുണ്ടോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കുക. നമ്മളുടെ പൈസയാണ് കൊടുക്കുന്നത്. ഓക്കെ, ഇതൊക്കെ ഓട്ടയായിരുന്നു. ഇതൊക്കെ പിന്നെ വേറെ അടച്ചതാണ്, പൊളിച്ചിട്ടിട്ട് പിന്നെ അടച്ചതാണ്. ഇവിടെയൊക്കെ കണ്ടോ, ഫുള്ള് ഇതാണ് സ്ഥിതി. കണ്ടോ, ഇതൊക്കെ ഇങ്ങനെ ഓട്ട, ഉള്ളിലൊന്നും ഒന്നുമില്ലാതെ അങ്ങനെ ഓട്ടപ്പെട്ടതാണ്. പിന്നെ കൂടെ അതൊക്കെ എടുത്ത് കാണിക്കുന്നു. അങ്ങനെ കണ്ടോ, ഈ മോൾ ഭാഗമൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ ഇതാണ് സ്ഥിതി. അതുകൊണ്ട് വങ്കായി പോയിട്ടുണ്ട്. ഇനി ഇതൊക്കെ കുത്തി പൊളിച്ചിട്ട് എങ്ങനെ തേക്കാനാണ്? അതൊക്കെ എത്ര റിസ്ക് ഉള്ള പരിപാടിയാണ്. അപ്പൊ എല്ലാവരും സൂക്ഷിച്ച് അവനവന്റെ പൈസ കൊടുക്കുമ്പോ നല്ല വ്യക്തികളാണ് എന്ന് ഫസ്റ്റ് പഠിത്ത് നോക്കിയിട്ട്. എനിക്ക് നമ്മളെ ഒരു സുഹൃത്തായത് കൊണ്ട് അബദ്ധം പറ്റിയതാണ്. നമ്മളെ അങ്ങനെ വെക്കില്ല എന്നുള്ളത് കരുതിയിട്ട് അബദ്ധം പറ്റിപ്പോയതാ. അവനവന്റെ ആരായാലും നമ്മൾ വിശ്വസിച്ച് പോരുത്. നമ്മൾ അധ്വാനിച്ച പൈസ കറക്റ്റ് ആയിട്ട് നമ്മൾ വിചാരിച്ച മാതിരി ചെയ്യണില്ലെങ്കിൽ കടന്നു പോവാൻ പറയാ. അതേ ചെയ്യാൻ പറ്റൂ. എനിക്ക് പഠിഞ്ഞ അനുഭവമാണ് നിങ്ങളോട് പറയുന്നത്. അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ച് ചെയ്യാം. എനിക്കിതിനെ പറ്റിയൊക്കെ ഐഡിയകളാണ്, എന്നിട്ട് എനിക്ക് അബദ്ധം പറ്റിപ്പോയി. അപ്പൊ എല്ലാവരും സൂക്ഷിച്ച് ചെയ്യുക. അതാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് പിന്നെ ഇതിപ്പോ മുകളില് ഞാൻ കാണിച്ചു തന്നില്ലേ, ആ മുകളില് പിന്നെ ഫ്രണ്ടില് 3 വരിയും ബാക്കിൽ 2 വരിയും ഞാൻ തന്നെ സ്വന്തമായിട്ട് കല്ല് താഴ്ന്ന് കൊണ്ടുപോയി എന്റെ കുട്ടികൾ മാത്രമാണ് സഹായിക്കാൻ നിന്നത്. അങ്ങനെ പടുത്ത് വൃത്തിയായിട്ട് എന്റെ മനസ്സിന് തൃപ്തിയായിട്ട് പഠിക്കും, ദിവസം വൈകിയെങ്കിലും. എന്നിട്ട് അത് പടുത്ത് അതിന്റെ മുകളിൽ പിന്നെ ഷീറ്റ് ഇടാനാണ് തൽക്കാലം. പിന്നെ ഈ വയറിങ്, ഈ കാണുന്ന വയറിങ്ങുകളൊക്കെ ഫുള്ള് നമ്മൾ തന്നെയാണ് ചെയ്യുന്നത്. അത് നമ്മുടെ ഐഡിയക്ക് അനുസരിച്ചിട്ടാണ് ഈ ഇങ്ങനെ ഫുള്ള് ചെയ്യുന്നത്. ഫുള്ള് 1 ഇഞ്ചിന്റെ പൈപ്പാണ് ഇട്ടിട്ടുള്ളത്. വയറിങ് വലിക്കാനുള്ളതൊക്കെ 1 ഇഞ്ചിന്റെ പൈപ്പാണ്. ഇത് നമ്മൾ കേബിളിനൊന്നും സോക്കറ്റൊന്നും വെക്കേണ്ട ആവശ്യമില്ല, പൈപ്പ് കൊടുത്തിട്ടാ മതി. ഇവിടെയാണ് TV ഇടത്. അപ്പോൾ വയറിങ്ങിനെ കുറിച്ച് അടുത്ത വിശദമായിട്ടൊരു വീഡിയോ നിങ്ങൾക്ക് തരാം. അതിലെ കുറവും ഗുണവും എല്ലാം പറഞ്ഞുകൊണ്ട്. അപ്പോൾ പിന്നെ എല്ലാവരും ശ്രദ്ധിക്കുക. അവരവര് കടം വാങ്ങിയിട്ടൊക്കെയാണ് ചെയ്യുന്നത്. അപ്പൊ പരമാവധി ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. പിന്നെ പടവിന് വെട്ടുകല്ല് തന്നെയാണ് നല്ലത്. ഹോളോ ബ്രിക്സ് ആയി കഴിഞ്ഞാൽ 1 വരി കമ്മിയാവും, 8 വരി ആവുമ്പോഴേക്ക്. അപ്പോൾ വെട്ടുകല്ല് തന്നെ നല്ലത്. പിന്നെ സിമെന്റ് കൂട്ടുന്നതും മറ്റുള്ളവർ 7-നും 8-നൊക്കെ കൂട്ടിയിരുന്ന് അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഒരു 6-ന് 6.5 അതിലും മേലെ കൂട്ടരുത്. എന്നാലേ പിടുത്തം കറക്റ്റായിട്ട് കിട്ടൂ. ഇവര് ഇടയിൽ ഇട്ടതുമില്ല, നേരെ ഫില്ലാക്കിയതുമില്ല, പിന്നെ സിമെന്റും വേണ്ടമാതിരി കൂട്ടിയില്ല. അതുകൊണ്ട് അത് തോണ്ടിയ പോലെ ഒരു ബലമില്ല. അങ്ങനെ ഒരു സുഖമില്ലാത്ത ഒരു കള്ളപ്പണിയായി പോയി. അപ്പൊ എല്ലാരും ശ്രദ്ധിക്കുക. അപ്പോ എല്ലാവരും ചാനൽ കാണാൻ ഇപ്പൊ കുറച്ച് ദിവസമായി ഇട്ടിട്ട്. പിന്നെ മോന് പരീക്ഷയുടെ തിരക്കൊക്കെ ഇതുകൊണ്ടാണ് ഇടാഞ്ഞത്. ഇനി ഇങ്ങനെ ഓരോ ചാനൽ വീഡിയോസ് ഇടാം. അപ്പോ എല്ലാരും സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് കേട്ടോ. നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് പ്രൊമോട്ട് ചെയ്യൂ. എന്നാലാണ് നമ്മള് ഒന്ന് നല്ല നല്ല വീഡിയോകൾ ഇടാൻ നമുക്കൊരു പിന്നെ ഒരു എന്താ പറയാ ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോ എല്ലാവരും പരമാവധി കാണുക, ഷെയർ ചെയ്യുക, പരമാവധി സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ആ ബെല്ല് കാണുന്നത് ഒന്ന് തൊടു കേട്ടോ. എന്നിട്ട് പിന്നെ അതില് ഓൾന്നുള്ള ഇതൊന്ന് പിന്നെ തൊട്ടിട്ട് വെച്ചാൽ മതി. അപ്പൊ നിങ്ങൾക്ക് പുതിയതായിട്ട് ഇടുന്ന വീഡിയോസുകളൊക്കെ നിങ്ങൾക്ക് വരും. പ്ലീസ് എല്ലാവരും ഒന്ന് സഹകരിക്കണേ. ഓക്കെ, ബൈ.